നമസ്കാരം. KCV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ KR ശശികുമാർ. ആദ്യം പ്രധാന വാർത്തകൾ. പാലപ്പിള്ളി പിള്ളത്തോട് പ്രദേശത്ത് വീണ്ടും പുലിയിറങ്ങി പശുക്കുട്ടിയെ കൊന്നു. ന്യൂ ഇയർ ആശംസ പറയാത്തതിൽ യുവാവിനെ കുത്തിപ്പരിക്കേൽപ്പിച്ച കേസിലെ പ്രതി പിടിയിൽ. തൃശൂർ കൊടുങ്ങല്ലൂർ റൂട്ടിൽ വീണ്ടും ബസ് അപകടം. കൊടകര പ്രസ് ക്ലബിന്റെ വാർഷിക പൊതുയോഗം നടത്തി. ചാലക്കുടി റോട്ടറി ക്ലബിന്റെ വൊക്കേഷണൽ അവാർഡ് നൈറ്റും ക്രിസ്മസ് പുതുവത്സരാഘോഷവും സംഘടിപ്പിച്ചു. വാർത്തകൾ വിശദമായി. പാലപ്പിള്ളി പിള്ളത്തോട് പ്രദേശത്ത് വീണ്ടും പുലിയിറങ്ങി പശുക്കുട്ടിയെ കൊന്നു. രണ്ടാഴ്ചയ്ക്കിടെ മൂന്നാം തവണയാണ് ഇവിടെ പുലിയിറങ്ങുന്നത്. പിള്ളത്തോട് ഗ്രൗണ്ടിന് സമീപത്താണ് വ്യാഴാഴ്ച രാവിലെ പശുക്കുട്ടിയെ പുലി ആക്രമിച്ചു കൊന്നത്. പശുക്കുട്ടിയുടെ ശരീരഭാഗങ്ങൾ പുലി ഭക്ഷിച്ച നിലയിലാണ്. കഴിഞ്ഞ ദിവസം ഈ പ്രദേശത്ത് കുറുക്കനെ ചത്ത നിലയിൽ കണ്ടെത്തിയിരുന്നു. പുലിയുടെ ആക്രമണത്തിലാണ് കുറുക്കൻ ചത്തതെന്നാണ് പ്രാഥമിക നിഗമനം. കഴിഞ്ഞയാഴ്ച തോട്ടത്തിൽ ടാപ്പിങ്ങിനെത്തിയ തൊഴിലാളികൾ പുലിയെ കണ്ട് ഭയന്നോടിയതിനു ശേഷം വനം വകുപ്പ് പുലിയെ കണ്ടെത്താനായി ട്രാപ്പ് ക്യാമറ സ്ഥാപിച്ചിരുന്നു. എന്നാൽ പുലിയുടെ ചിത്രങ്ങൾ ക്യാമറയിൽ പതിഞ്ഞിട്ടില്ലെന്നാണ് അധികൃതർ പറയുന്നത്. ജനവാസ മേഖലയിൽ നിരന്തരം പുലിയിറങ്ങി ഭീതി പരത്തിയിട്ടും പുലിയെ പിടികൂടുന്നതിനുള്ള കൂട് സ്ഥാപിക്കാൻ അധികൃതർ നടപടിയെടുക്കാത്തതിൽ നാട്ടുകാർ പ്രതിഷേധത്തിലാണ്. ന്യൂ ഇയർ ആശംസ പറയാത്തതിൽ യുവാവിനെ കുത്തിപ്പരിക്കേൽപ്പിച്ച കേസിലെ പ്രതി പിടിയിൽ. ആറ്റൂർ സ്വദേശി അക്കരപ്പറമ്പിൽ വീട്ടിൽ മുഹമ്മദ് ഷാഫി എന്ന പാപ്പിയെയാണ് ചെറുതുരുത്തി പോലീസ് പിടികൂടിയത്. ഉത്രാളിക്കാവ് ക്ഷേത്ര പരിസരത്തെ ബന്ധുവീട്ടിൽ നിന്നുമാണ് ചെറുതുരുത്തി പോലീസ് പ്രതിയെ പിടികൂടിയത്. കഴിഞ്ഞ ദിവസം പുലർച്ചെയാണ് ന്യൂ ഇയർ ആശംസകൾ അറിയിച്ചില്ല എന്ന് പറഞ്ഞ് ബൈക്ക് യാത്രികനായ ആറ്റൂർ വളവ് സ്വദേശി 22-കാരൻ സുഹൈബിനെ പ്രതി ബ്ലേഡ് കത്തിക്കൊണ്ട് മുഖത്ത് മാരകമായി പരിക്കേൽപ്പിച്ചത്. പരിക്കേറ്റ യുവാവിനെ ഗുരുതരാവസ്ഥയിൽ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രി ICUവിൽ പ്രവേശിപ്പിച്ചിരുന്നു. സുഹൈബിന്റെ മുഖത്തും കഴുത്തിലും കയ്യിലുമായി ശരീരത്തിൽ പലയിടത്തും ബ്ലേഡ് കത്തിക്കൊണ്ടുള്ള ആക്രമണത്തിൽ മാരകമായി പരിക്കേറ്റിട്ടുണ്ട്. തൃശൂർ കൊടുങ്ങല്ലൂർ റൂട്ടിൽ വീണ്ടും ബസ് അപകടം. കരുവന്നൂരിൽ സ്വകാര്യ ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ്സും ഓട്ടോറിക്ഷയും കൂട്ടിയിടിച്ച് ഓട്ടോ ഡ്രൈവർക്ക് ഗുരുതര പരിക്ക്. വ്യാഴാഴ്ച ഉച്ചയ്ക്കാണ് കരുവന്നൂർ വലിയ പാലത്തിന് സമീപം അപകടമുണ്ടായത്. ഇരിഞ്ഞാലക്കുട ഭാഗത്തേക്ക് വരികയായിരുന്ന ശില്പി എന്ന ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ്സും പ്രദേശത്ത് യാത്രക്കാരെ ഇറക്കി മടങ്ങുകയായിരുന്ന ഓട്ടോറിക്ഷയുമാണ് കൂട്ടിയിടിച്ചത്. അപകടത്തിൽ ബംഗ്ലാവ് ഓട്ടോപേട്ടയിൽ ഓട്ടോറിക്ഷ ഓടിക്കുന്ന ഓട്ടോറിക്ഷ ഡ്രൈവർ കരുവന്നൂർ സ്വദേശി കിഴി വീട്ടിൽ 46 വയസ്സുള്ള സന്തോഷിന് തലയ്ക്ക് ഗുരുതര പരിക്കേറ്റു. ഇയാളെ നാട്ടുകാർ ചേർന്ന് തൃശൂരിലെ എലൈറ്റ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അപകടത്തിൽ ബസിന്റെ മുൻവശത്തെ ഗ്ലാസ് തകർന്നു വീണു. ഓട്ടോറിക്ഷയും ഭാഗികമായി തകർന്നിട്ടുണ്ട്. അപകടത്തെ തുടർന്ന് സംസ്ഥാന പാതയിൽ ഗതാഗതക്കുരുക്ക് അനുഭവപ്പെട്ടു. പോട്ട പനമ്പിള്ളി മെമ്മോറിയൽ കോളേജ് സുവർണ ജൂബിലി നിറവിൽ. ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ആഘോഷ പരിപാടികൾ വെള്ളിയാഴ്ച രാവിലെ 10 മണിക്ക് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി R. ബിന്ദു ഉദ്ഘാടനം ചെയ്യുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. 50ഓളം വലുതും ചെറുതുമായ വൈവിധ്യമാർന്ന പരിപാടികളാണ് സംഘാടകർ ഇതിന്റെ ഭാഗമായി ആസൂത്രണം ചെയ്തിരിക്കുന്നത്. ഡിസംബറിൽ മുഖ്യമന്ത്രിയെ തന്നെ പങ്കെടുപ്പിച്ചുകൊണ്ട് സമാപന സമ്മേളനം നടത്തുവാനാണ് ആഗ്രഹമെന്ന് സംഘാടകർ അറിയിച്ചു. ഉദ്ഘാടന സമ്മേളനത്തിൽ MLA സനീഷ് കുമാർ ജോസഫ് അധ്യക്ഷത വഹിക്കും. നഗരസഭാ ചെയർമാൻ എബി ജോർജ് അടക്കമുള്ളവരും ചടങ്ങിൽ സംബന്ധിക്കും. വാർത്താ സമ്മേളനത്തിൽ പ്രിൻസിപ്പാൾ ഡോക്ടർ KS ഷാജു, ഡോക്ടർ ബിന്ദു ലോന, ഡോക്ടർ ഗിരീഷ് MC, ഡോക്ടർ SS ജയകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. ഈ വർഷം ഇന്ന് മുതൽ, ജനുവരി 1 മുതൽ ഡിസംബർ 31 വരെ ഒരു വർഷക്കാലം നീണ്ടു നിൽക്കുന്ന വിവിധ അക്കാഡമിക് പ്രവർത്തനങ്ങളും സാമൂഹിക സാംസ്കാരിക പരിപാടികളും നടപ്പിലാക്കാൻ ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. ഇവിടെ എല്ലാം ഔപചാരിക ഉദ്ഘാടനം 2020 ജനുവരി 3, മറ്റന്നാൾ വെള്ളിയാഴ്ച രാവിലെ 10 മണിക്ക് ബഹുമാനപ്പെട്ട ചാലക്കുടി MLA ശ്രീ സനീഷ് കുമാർ ജോസഫിന്റെ അധ്യക്ഷതയിൽ ചേരുന്ന യോഗത്തിൽ വെച്ച് ബഹുമാനപ്പെട്ട ഉന്നത വിദ്യാഭ്യാസ സാമൂഹിക നീതി വകുപ്പ് മന്ത്രി ഡോക്ടർ R. ബിന്ദു നിർവഹിക്കുന്ന വിവരം എല്ലാവരെയും
സന്തോഷത്തോടെ അറിയിക്കുന്നു. ആനന്ദപുരം ശ്രീകൃഷ്ണ ഹയർ സെക്കൻഡറി സ്കൂളിൽ വർണ്ണോത്സവം കിഡ്സ് ഫെസ്റ്റ് സംഘടിപ്പിച്ചു. PTA പ്രസിഡന്റ് TS മനോജ് കുമാർ അധ്യക്ഷത വഹിച്ചു. മാനേജ്മെന്റ് പ്രതിനിധി AN വാസുദേവൻ വർണ്ണോത്സവം ഉദ്ഘാടനം ചെയ്തു. മുരിയാട് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ നിജി വത്സൻ, ശ്രീജിത്ത് പട്ടത്ത്, PTA വൈസ് പ്രസിഡന്റ് അമ്പിളി ലിജോ, ഹെഡ്മാസ്റ്റർ T അനിൽകുമാർ, കോർഡിനേറ്റർ ഡിജോ എസ് തറയിൽ എന്നിവർ സംസാരിച്ചു. കൊടകര പ്രസ് ക്ലബിന്റെ വാർഷിക പൊതുയോഗം സംഘടിപ്പിച്ചു. പ്രസിഡന്റ് IR രാജൻ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി കൊടകര ഉണ്ണി വാർഷിക റിപ്പോർട്ട് അവതരിപ്പിച്ചു. ട്രഷറർ TG അജോ വരവ് ചെലവ് കണക്കുകൾ അവതരിപ്പിച്ചു. മുതിർന്ന മാധ്യമപ്രവർത്തകൻ ലോനപ്പൻ കടമ്പോട്, KV ഹരീന്ദ്രൻ, ഷോജൻ D വിധേയത്തിൽ, PK നൌഷാദ്, K പ്രസാദ്, KV സുരേഷ്, ഡിനോ കൈനാടത്ത് എന്നിവർ സംസാരിച്ചു. തുടർന്ന് നടത്തിയ തെരഞ്ഞെടുപ്പിൽ സെക്രട്ടറിയായി TG അജോ, പ്രസിഡന്റായി K പ്രസാദ്, ട്രഷററായി ഡിനോ കൈനാടത്ത്, ജോയിന്റ് സെക്രട്ടറിയായി PK നൌഷാദ്, വൈസ് പ്രസിഡന്റായി ഷോജൻ D വിധേയത്തിൽ എന്നിവരെ തെരഞ്ഞെടുത്തു. മുരിയാട് ഗ്രാമപഞ്ചായത്തിലെ 13-ാം വാർഡ് ഹരിതകർമ്മസേന USP ഇനത്തിൽ 100% കരസ്ഥമാക്കി. വാർഡ് അംഗം റോസ്മി ജയേഷ്, ഹരിതകർമ്മസേന അംഗങ്ങൾ എന്നിവരുടെ സഹകരണത്തോടെ നിറവ് കോർഡിനേറ്റർ മഞ്ജു വിശ്വനാഥിന്റെ നേതൃത്വത്തിൽ വാർഡിലെ 454 വീടുകളിൽ നിന്നും 27 സ്ഥാപനങ്ങളിൽ നിന്നുമായി 25,550 രൂപയാണ് USRP ഇനത്തിൽ കിട്ടിയത്. QR റീഡിംഗിൽ മിക്ക പഞ്ചായത്തുകളിലെ വാർഡുകളും 100% ആകാറുണ്ടെങ്കിലും USRPയുടെ കാര്യത്തിൽ 100% ആകുന്ന വാർഡുകൾ വിരളമാണ്. ചിട്ടയായ പ്രവർത്തനത്തിലൂടെ മാത്രമേ ഈ സ്ഥിരത കൈവരിക്കാൻ സാധിക്കുകയുള്ളെന്ന് അധികൃതർ പറയുന്നു. ചാലക്കുടി റോട്ടറി ക്ലബിന്റെ വൊക്കേഷണൽ അവാർഡ് നൈറ്റും ക്രിസ്മസ് പുതുവത്സര ആഘോഷവും സനീഷ് കുമാർ ജോസഫ് MLA ഉദ്ഘാടനം ചെയ്തു. വൊക്കേഷണൽ അവാർഡ് സെൻട്രൽ മറൈൻ ഫിഷറീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടർ ഡോക്ടർ ഗ്രിൻസൺ ജോർജിന് MLA സമ്മാനിച്ചു. ചാലക്കുടി സ്വദേശിയും ഒട്ടേറെ രാജ്യാന്തര പുരസ്കാരങ്ങൾ ലഭിച്ച വ്യക്തിയുമാണ് പുരസ്കാര ജേതാവ്. റോട്ടറി ക്ലബ്ബ് പ്രസിഡന്റ് ലെനിൻ ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. 4 പതിറ്റാണ്ടായി സാമൂഹിക സേവന പൊതുപ്രവർത്തന മേഖലയിലും റോട്ടറി പ്രവർത്തനത്തിലും സജീവ സാന്നിധ്യമായ N കുമാരനെ MLA ആദരിച്ചു. റോട്ടറി അസിസ്റ്റന്റ് ഗവർണർ സാബു ചക്കാലക്കൽ, ജിജി R ജോൺ തെക്കേക്കര, വൊക്കേഷണൽ ചെയർമാൻ N കുമാരൻ, ക്ലബ് അഡ്മിൻ ചെയർമാൻ രമേഷ് കുമാർ കുഴിക്കാട്ടിൽ, ഡിസ്ട്രിക്ട് ഓഫീസർ ബാബു ജോൺ, ട്രഷറർ PV ജോസ്, ജോയിന്റ് സെക്രട്ടറി റോയ് K ഡേവിസ്, പബ്ലിക് ഇമേജ് ചെയർമാൻ സന്തോഷ് ബേബി, സ്മൈൽ ചാലക്കുടി ചെയർമാൻ സനീഷ് പറമ്പിക്കാട്ടിൽ എന്നിവർ സംസാരിച്ചു. ക്ലബിന്റെ സ്മൈൽ ചാലക്കുടി പ്രോജക്ടിന്റെ ഭാഗമായി നിർധന രോഗികൾക്ക് വീൽ ചെയർ സമ്മാനിച്ചു. വാർഡ് ചാൽ ട്രൈബൽ സ്കൂളിൽ TV സമ്മാനിക്കൽ, 24-ാം വാർഡിൽ നിർധന കുടുംബത്തിന് വീടിന്റെ അറ്റകുറ്റപ്പണി പൂർത്തിയാക്കി വാസയോഗ്യമാക്കി നൽകൽ എന്നിവ ഉടൻ നടപ്പിലാക്കും. ഇന്നത്തെ സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 7,110 രൂപ, പവന് 56,880 രൂപ. പന്തല്ലുക്കാരൻ ജ്വല്ലറി, കൊടകര. പാരമ്പര്യത്തിന്റെയും വിശ്വസ്തതയുടെയും പവനൊരുക്കുന്ന സ്വർണ്ണമാളിക. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പാലപ്പിള്ളി പിള്ളത്തോട് പ്രദേശത്ത് വീണ്ടും പുലിയിറങ്ങി പശുക്കുട്ടിയെ കൊന്നു. ന്യൂ ഇയർ ആശംസ പറയാത്തതിൽ യുവാവിനെ കുത്തിപ്പരിക്കേൽപ്പിച്ച കേസിലെ പ്രതി പിടിയിൽ. തൃശൂർ കൊടുങ്ങല്ലൂർ റൂട്ടിൽ വീണ്ടും ബസ് അപകടം.
കൊടകര പ്രസ് ക്ലബിന്റെ വാർഷിക പൊതുയോഗം നടത്തി. ചാലക്കുടി റോട്ടറി ക്ലബിന്റെ വൊക്കേഷണൽ അവാർഡ് നൈറ്റും ക്രിസ്മസ് പുതുവത്സരാഘോഷവും സംഘടിപ്പിച്ചു. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.